ഫോർട്ടിയസ് 2025 കായിക പരിശീലനത്തിന് സർവകലാശാല ക്യാമ്പസ് GMHSSൽ തുടക്കം. കളിക്കൂട്ട് 2025 അവധിക്കാല പരിശീലന ക്യാമ്പിൽ ചെറിയ കുട്ടികൾക്കുള്ള ബേസ്ബോൾ ക്യാമ്പ്, സോഫ്റ്റ് ബോൾ ക്യാമ്പ്, അതുപോലെ തന്നെ ത്രോ ബോൾ ക്യാമ്പ്, ഇങ്ങനെയുള്ള കായിക ഇനങ്ങൾക്കുള്ള പരിശീലനം നടത്തുന്നതാണ്. ഇവർക്ക് തൃച്ചിയിൽ വെച്ച് നടക്കുന്ന, അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ വെച്ച് നടക്കുന്ന MLB കപ്പിൽ പങ്കെടുക്കാനുള്ള അവസരം കൂടെ ഉണ്ട്. അവരെ പ്രിപ്പയർ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഈ ഒരു അവധിക്കാല ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ പിന്നീട് വരുന്ന സബ് ജില്ല, ജില്ലാ, സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള ടീമുകളെ, സ്കൂൾ ടീമിനെ പ്രിപ്പയർ ചെയ്യുന്നതോട് ആണ് നമ്മൾ ഈ അവധിക്കാല ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫോർട്ടിയസ് 2025 തുടക്കമായി. ഫോർട്ടിയസ് 2025 ഭാഗമായി കളിക്കൂട്ടം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന കായിക പരിശീലനം സ്കൂൾ PTA പ്രസിഡന്റ് K. റഫീഖ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരുപാട് നേട്ടങ്ങൾ ഇന്ന് കായിക മേഖലയിൽ നമ്മൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. നമ്മുടെ വിപിൻ, കായിക വിഭാഗം അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ വളരെ വലിയ പ്രയത്നവും അതോടൊപ്പം അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് ഒരുപാട് ആളുകൾ, നമ്മുടെ സജില ടീച്ചറെ പോലെയുള്ള, നമ്മുടെ അച്ഛമ്മനെ പോലെയുള്ള ആളുകളൊക്കെ വളരെ വലിയ പിന്തുണ അദ്ദേഹത്തിന് കൊടുത്തുകൊണ്ട് നമ്മുടെ PTയും SMCയും ഒക്കെ നല്ലൊരു പിന്തുണയും കൊടുക്കുന്നു. എന്ത് കാര്യത്തിന് വിപിൻ ആവശ്യപ്പെട്ടാലും ആ സമയത്തൊക്കെ നമ്മൾ അതിനു വേണ്ടുന്നുള്ള എല്ലാ സഹായങ്ങളും കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഇന്ന് ഇവിടെ ഇപ്പം നമ്മുടെ അധ്യക്ഷപ്രസംഗത്തിൽ നമ്മുടെ പ്രതാപ് സാറ് പറഞ്ഞതുപോലെ 83 കുട്ടികൾക്ക് നേഴ്സുമാർക്ക് കിട്ടാൻ പറ്റാവുന്ന അവസ്ഥയിലേക്ക് ഈ സ്കൂൾ വളർന്നു എന്ന് പറയുന്നത് തന്നെ വളരെ വലിയ അഭിമാനകരമായൊരു നേട്ടമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ എല്ലാ കുട്ടികളെയും നമ്മുടെ ഈ PTA വന്നതിന് ശേഷം കഴിഞ്ഞ തവണയും ഈ കൊല്ലത്തെയൊക്കെ എല്ലാ കുട്ടികളെയും, നമ്മുടെ ഹയർ സെക്കൻഡറിയിലും പ്ലസ് ടുവിലൊക്കെ വിജയിച്ച കുട്ടികളെയും, അതുപോലെ ദേശീയ രംഗത്തും അതുപോലെ സംസ്ഥാന ജില്ലാ രംഗങ്ങളിലൊക്കെ നമ്മുടെ സ്കൂളിന് അഭിമാനകരമായി മാറിയ കുട്ടികളൊക്കെ നമ്മൾ 2 തവണയും നമ്മൾ ആദരിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മൾ അവർക്കുള്ള എല്ലാ പിന്തുണയും PTയും ഇവിടെ നൽകി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പം അത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടം. നമ്മളെ സ്കൂൾ ആദ്യ കാലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ SSLCയിലും അതുപോലെ ഹയർ സെക്കൻഡറിയിലൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് വളരെ വലിയ മാർക്ക് വാങ്ങുന്ന കുട്ടികളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് കായിക രീതിയിൽ ഒരുപാട് കുട്ടികൾ, പല കുട്ടികളുടെയും കഴിവുകൾ കണ്ടെത്തിക്കൊണ്ട് ആ മേഖലയിലേക്ക് കുട്ടികൾക്ക് ഏത് മേഖലയാണോ അവർക്ക് ഏറ്റവും ഗുണകരമായത് എന്നുണ്ടെങ്കിൽ അതിനെ തിരഞ്ഞെടുത്തുകൊണ്ട് അവർക്ക് ആ മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ വലിയ അഭിമാനകരമാണ്. മറ്റുള്ള ഒരു സർക്കാർ സ്കൂളാണ് എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ തന്നെ ഈ അവധിക്കാല പരിശീലന ക്യാമ്പിലെത്തിയ മുഴുവൻ കുട്ടികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് നമുക്കറിയാം, കായിക പരിശീലനം എന്ന് പറയുന്നത് ആരോഗ്യത്തിന് ഏറ്റവും നല്ല കാര്യമാണ്. നമ്മളൊക്കെ ഇന്ന് നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ കുട്ടികളുടെയാണെങ്കിലും നിങ്ങൾക്ക് ഇന്ന് പഴയ രീതിയിലുള്ള ഭക്ഷണ രീതികളൊന്നുമല്ല. അപ്പം അതുകൊണ്ട് നല്ല വ്യായാമങ്ങൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അപ്പം അതുകൊണ്ട് വെറുതെ വീട്ടിലിരുന്ന് നിൽക്കുന്നതിലും നല്ലത് അവനാൻ്റെ കഴിവുകൾ എന്താണോ അത് പ്രകടിപ്പിക്കാൻ പറ്റാവുന്ന അവസരങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇതുപോലെയുള്ള ഈ ക്യാമ്പിൽ എത്തിച്ചേർന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങളൊക്കെ നാളെ നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ അഭിമാന താരങ്ങളായി മാറട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും എന്നും മുൻനിരയിൽ നിൽക്കുന്ന CU ക്യാമ്പസ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളെ സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം മികച്ച രീതിയിലുള്ള കായിക വിദ്യാഭ്യാസവും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൽ ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. ബേസ്ബോൾ, സോഫ്റ്റ് ബോൾ, ത്രോ ബോൾ എന്നിവയിലാണ് ആദ്യഘട്ടം പരിശീലനം നൽകുന്നത്. പരിശീലന പരിപാടിയിൽ പ്രിൻസിപ്പൽ K. പ്രതാപ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ബാഡ്മിന്റൺ താരം M. അഭിരാം മുഖ്യാതിഥിയായിരുന്നു. അഭിരാമിനെ വേദിയിൽ ആദരിച്ചു. P. വിപിൻ, P. ജിഷ്ണു, മുഹമ്മദ് ഹസീബ് എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്.
PTA SMC ഭാരവാഹികളായ കെ അബ്ദുൾ നാസർ, ടി സുനിൽകുമാർ, പ്രധാനാധ്യാപകൻ കെ ബാബുരാജൻ, കെ പി ഗംഗാധരൻ, പ്രദീപ് പാപ്പനൂർ, ഡോക്ടർ കെ സജില, പി കെ ശോഭിത് എന്നിവർ സംസാരിച്ചു. ന്യൂസ് പ്രഭാതം, തേഞ്ഞിപ്പലം.